വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതൊരു കമ്പനിക്കും ഏറെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്, ഒരു അസറ്റാണ് ക്യാഷ് എന്ന് പറയുന്നത്. എപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു എമൗണ്ട് കമ്പനിക്കകത്ത് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമുള്ളൂ നമുക്ക് കമ്പനിയുടെ കൃത്യമായ കാര്യങ്ങളെ കൊണ്ടു നടക്കാനും അതുപോലെ തന്നെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പഠിക്കുന്നത് കമ്പനിക്ക് അകത്ത് വരുന്ന എമൗണ്ടും അതുപോലെ തന്നെ കമ്പനിക്ക് പുറത്തേക്ക് പോകുന്ന എമൗണ്ടിൻ്റെയും കാൽക്കുലേഷൻസ് ആണ്. അതായത് ഒരു കമ്പനിക്കകത്തെ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പഠിക്കുന്നത്. ഇതുവഴി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമ്മുടെ കമ്പനിക്കകത്ത് നിലവിൽ എത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ളത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം ഒരു വർഷം നമ്മുടെ കമ്പനിയിലേക്ക് എത്ര പൈസ വന്നു, എത്ര പൈസ പോയി എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിലൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ടുള്ള സ്പെസിഫിക് പീരിയഡിലാണ് എന്ത് ചെയ്യുക, നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുക. സോ ഇതിലൂടെ നമ്മുടെ ക്യാഷിൽ വന്നിട്ടുള്ള ഒരു വർഷം ഇൻഫ്ലോ ആണോ അതോ ഔട്ട്ഫ്ലോ ആണോ കൂടുതലുള്ളതെന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്യും, നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെ സഹായിക്കും. നിങ്ങൾക്ക് എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ക്യാഷ് ഫ്ലോ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഇതിൽ കൊടുത്തിട്ടുള്ള ഡെഫിനേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. വാർഫീൽഡ് കൊടുക്കുന്ന ഡെഫിനേഷനാണ്: ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ക്യാഷ് ഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓഫ് എൻറ്റിറ്റി ഡ്യൂറിങ് എ പീരിയഡ്. അതായത് ഒരു കമ്പനിക്കകത്ത് ഒരു വർഷത്തിനകത്ത് വരുന്ന ക്യാഷ് ഇൻഫ്ലോയെയും ഔട്ട്ഫ്ലോയുടെയും സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്ത് പറയുക, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. ഇനി പ്രധാനമായിട്ടുമുള്ള അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. നമ്മൾ ഒരു ക്യാഷ് ഫ്ലോ ഒരു കമ്പനിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജുകൾ ആ കമ്പനിക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം പ്ലാനിങ് ആണ്. അതായത് നമ്മളെ കമ്പനിക്ക് പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരാൻ അപ്പോൾ അതിന് ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്തുന്നതിലൂടെ അല്ലെങ്കിൽ അത് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നതാണ് അതിൻ്റെ ഓപ്പറേഷൻസ്. സോ ആ ഒരു കമ്പനിയുടെ ഓപ്പറേഷൻ എന്തായിരിക്കും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഏതൊരു കമ്പനിയുടെയും പ്രധാനപ്പെട്ട ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സെയിൽസ് ആണ്. സോ സെയിൽസ് ആണ് പ്രധാനപ്പെട്ട ഓപ്പറേഷൻ. ആ സെയിൽസിന് അനുബന്ധമായിട്ട് വരുന്ന സംഭവമാണ് എന്ത്, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. സോ ഈ ഓപ്പറേഷൻസിന് നമുക്ക് എന്ത് വേണം, കൃത്യമായി പ്ലാനിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വേണം. രണ്ടാമതായിട്ടൊരു പോയിന്റ് പറയുന്നത് പോളിസി ഫോർമുലേഷൻ ആണ്. നമുക്ക് നമ്മുടെ ഡിവിഡൻഡ് പോളിസി, അതായത് നമുക്ക് ഒരുപാട് ആളുകൾ ഫണ്ട് തരുന്നുണ്ടാവും, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. അവർക്ക് അതിന് അനുപാതികമായിട്ട് എന്ത് ചെയ്യണം, ഷെയർസ് ഡിവിഡൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ എത്ര ലോൺ എടുക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. നമ്മളെ കമ്പനിയിൽ നമ്മുടെ അസറ്റായിട്ട് എത്ര ക്യാഷ് ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. അപ്പോൾ അതിന് ബാക്കി വരുന്നതായിരിക്കണം എന്ത് ചെയ്യേണ്ടി വരിക, നമ്മൾ ലോൺ എടുക്കേണ്ടി വരിക. അല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ലോൺ എടുക്കേണ്ടി വരിക. അതുപോലെ തന്നെ നമ്മുടെ എത്രത്തോളം പ്രോഫിറ്റ് വരുന്നുണ്ട്, അതിൽ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഡിവിഡൻഡിൻ്റെ മാർജിനിലൊക്കെ ഡിഫറൻസ് വരുത്താൻ വേണ്ടി പറ്റുക. അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് പ്ലാനിങ്ങിൻ്റെ മറ്റൊരു വേർഷനായിട്ട് വരുന്ന നമ്മുടെ ബജറ്റ് ഫൗണ്ടേഷൻ ആണ്. അതായത് മന്ത്ലിയും ക്വാർട്ടർലിയും ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആനുവലൊക്കെ ആയിട്ടുള്ള ബജറ്റ് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എന്ത് പറ്റും, ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കും. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് കുറച്ച് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി അസസ്മെൻ്റ് ആണ്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കപ്പാസിറ്റി. അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് ആയിട്ടുള്ള ലാബിലിറ്റികളെ നമുക്ക് നമ്മുടെ കറണ്ട് അസറ്റ് കൊണ്ട് നികത്താൻ കഴിയുമോ ഇല്ല എന്ന് മനസ്സിലാക്കുക. അതിനാണ് എന്ത് പറയാം, നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയാം. സോൾവൻസി എന്ന് പറയുമ്പോൾ നമുക്കതുപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള നമ്മുടെ അസറ്റ് കൊണ്ട് നമ്മൾ ലോങ് ടേം ആയിട്ടുള്ള ലോണുകളെ അല്ലെങ്കിൽ ലാബിലിറ്റികളെ നമുക്ക് നികത്താൻ പറ്റുമോ എന്നുള്ളത് മനസ്സിലാക്കാൻ എന്ത് ചെയ്യും, നമ്മുടെ ക്യാഷ് ഫ്ലോ നമ്മളെ സഹായിക്കും. അടുത്തൊരു പോയിന്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റിന് സഹായിക്കും. അതുപോലെ തന്നെ പുതുതായിട്ടുള്ള അനലൈസുകൾ നടത്താൻ എന്ത് ചെയ്യും, ഇത് സഹായിക്കും. നമ്മുടെ എൻ്റയർ ആയിട്ടുള്ള കമ്പനിയുടെ ബജറ്റുകളെയും പ്ലാനിങ്ങുകളെയും എല്ലാ കാര്യങ്ങളെയും കൃത്യമായ രീതിയിൽ കൺട്രോൾ ചെയ്യാനും നമ്മൾ കൃത്യമായിട്ട് എന്താണ് കൺട്രോളിങ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും.
കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്ലാനിങ്ങും ബജറ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടാവും. ആ പ്ലാനിങ്ങും ബജറ്റിംഗ് ഒക്കെ നടത്തിയ കാര്യങ്ങളെ കൃത്യമായ രീതിയിൽ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള എക്സാമിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കൺട്രോളിങ്ങിലൂടെ നടത്തുന്നത്. സോ ഈ കൺട്രോളിങ് നടത്തുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യമാണ് നമ്മളെ ക്യാഷ് ഫ്ലോ എങ്ങനെയുണ്ട്, നമുക്ക് ക്യാഷ് എത്രത്തോളം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, എത്രത്തോളം പോയിട്ടുണ്ട്, അതിന് കൃത്യമായിട്ടുള്ളൊരു ഡാറ്റ കിട്ടുക എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി പറയുന്നതിൻ്റെ ലിമിറ്റേഷൻസ് ആണ് ഇനി ഇതിൽ നമുക്ക് പറയാൻ വേണ്ടി പോകുന്നത്. ലിമിറ്റേഷൻസ് എപ്പോഴും ഏതൊരു കാര്യത്തെയും ജസ്റ്റ് ഒരു ക്രിട്ടിക്കൽ വേയിൽ തിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് ഉള്ളത്. നമുക്കിതിൽ വരുന്ന ലിമിറ്റേഷൻസ് ഒന്ന് പറയുന്നത്, ഇത് ക്യാഷ് ഫ്ലോ ആണ്, സ്വാഭാവികമായിട്ടും നോൺ ക്യാഷ് ഐറ്റംസിന് എന്ത് ചെയ്യില്ല, നമ്മളിവിടെ കാണിക്കില്ല. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് പറയുന്നത്, നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഇൻകം സ്റ്റേറ്റ്മെന്റിന് എന്തല്ല, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല എന്നാണ് പറയുന്നത്. ഇതിൽ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ അതുപോലെ തന്നെ ഔട്ട്ഫ്ലോ എന്നുള്ള സാധനങ്ങളാണ് കാണുക. അതൊരിക്കലും നമ്മുടെ നെറ്റ് പ്രോഫിറ്റിന് എന്തില്ല, ഈക്വൽ ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. സോ കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു കമ്പനിയുടെ ക്യാഷ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇത് പിന്നെ ഹിസ്റ്റോറിക്കൽ നാച്ചറാണ്. കാരണം ഇൻകം സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റും എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡാറ്റകൾ കളക്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ക്യാഷ് ഫ്ലോവുമായി ബന്ധപ്പെട്ടത് കൊണ്ടായിട്ട് നോൺ ക്യാഷിൻ്റെ കാര്യങ്ങളില്ലാത്തത് കൊണ്ട് അതിൻ്റെ സ്കോപ്പ് എന്ത് ചെയ്യാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നാണ് പറയുന്നത്. ഇത് മാനേജർ ഇൻഫ്ലുവൻസിന് ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് വേണ്ട രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ കൊണ്ടുപോയേക്കാം എന്നാണ് ഒരു ലിമിറ്റേഷൻ ആയിട്ട് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി ഇതിൽ കുറച്ച് ടേംസ് ആണ് പറയുന്നത്. ക്യാഷ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നു. ക്യാഷ് ഓൺ ഹാൻഡ് ഓർ ഡിമാൻഡ് ഡെപ്പോസിറ്റ്, ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയില്ലേ, അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൽ വരുന്നത് ക്യാഷ് ഈക്വലൻസ് ആണ്. ക്യാഷ് ഈക്വലൻസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡ് കൊണ്ട് നമുക്ക് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്യാഷ് ഈക്വലൻസ് പറയുക. ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടാവും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ കാര്യങ്ങളാണ് എന്ത് പറയുക, ക്യാഷ് ഈക്വലൻസിൽ വരിക. പിന്നെ അടുത്തായിട്ട് ഇതിലുള്ളത് ക്യാഷ് ഫ്ലോ ആണ്. ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് ക്യാഷ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് എ ബിസിനസ് ഓവർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഒരു പീരിയഡിൽ അല്ല 1 ഇയറിനകത്ത് ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ മനസ്സിലാക്കുക. അതിനെയാണ് എന്ത് പറയുക, ക്യാഷ് ഫ്ലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മളിതിൽ 3 ആക്ടിവിറ്റീസ് ആണ് നമുക്ക് വരുന്നത്. ക്യാഷ് ഫ്ലോ മനസ്സിലാക്കുക. ക്യാഷ് ഫ്ലോയിൽ 3 സ്റ്റെപ്സ് ആണ് ഉണ്ടാവുക. ഒന്നാമത്തത് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, രണ്ടാമതായിട്ടുണ്ടാവുക ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, മൂന്നാമതായിട്ടുണ്ടാവുന്ന സാധനമാണ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നതിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സാധനം മേജർ റവന്യൂ പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് ആൻഡ് അതർ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ നോട്ട് ഇൻവെസ്റ്റിംഗ് ഓർ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറയുന്നു, ഓപ്പറേറ്റിംഗ് എന്ന് പറയുന്നത് ഏതൊരു കമ്പനിയുടെയും ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സെയിൽസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ സെയിൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ പർച്ചേസ് ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയിലെ സാലറി കൊടുക്കൽ, അങ്ങനെ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് റെൻറ്റ്, ആ കാര്യങ്ങളാണ് എന്ത് വരിക, ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിൽ വരിക. സോ നമുക്ക് ഇത്രയും ഓപ്പറേഷൻസും കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് നിലനിൽക്കാൻ വേണ്ടി എന്ത് വേണം, ഒരു ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് വേണം. സോ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്ന സാധനങ്ങളാണ് നോൺ കറണ്ട് അസറ്റ്സ്. അതായത് ലാൻഡ് ആൻഡ് ബിൽഡിങ്, മെഷീനറീസ്, PPE എന്ന് പറയില്ലേ നമ്മൾ, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, പ്ലാൻ പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെയാണ് എന്ത് വരിക, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ നമുക്ക് വരിക. അതായത് ലോങ് ടേം ആയിട്ടുള്ള നമ്മുടെ കറണ്ട് അസറ്റുകൾ, നോൺ കറണ്ട് അസറ്റുകൾക്കാണ് എന്ത് വരിക, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഫർണിച്ചർ നോൺ കറണ്ട് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിനുള്ളതും അതുപോലെ തന്നെ മറ്റൊരു സംഭവം വരുന്നത് ഓപ്പറേഷൻ. അവിടെ സെയിൽസും പർച്ചേസൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഫസ്റ്റ് ഫണ്ട് വേണം. ആ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക, ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഒന്നാമത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്, രണ്ടാമത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്, മൂന്നാമത് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണ് ഇതിലുള്ളത്. സോ ഇനി നമ്മൾ പറയുന്നതിൽ ഓരോന്നും എന്തൊക്കെയാണ് വരിക എന്ന് പറയാം. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലുള്ള ക്യാഷ് ഫ്ലോകളെയാണ് പറയുന്നത്. 2 തരം ഫ്ലോ ഉണ്ടാവും. അതായത് ഒന്ന് ഇൻ ഫ്ലോ, രണ്ട് ഔട്ട് ഫ്ലോ. അതായത് ക്യാഷ് കമ്പനിക്ക് അകത്തേക്ക് വരുന്നതും ക്യാഷ് കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതുമാണ് ഇതിൽ പറയുന്നത്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്യാഷ് സെയിൽ. സെയിൽ ശ്രദ്ധിക്കുക, ക്യാഷ് സെയിൽ മാത്രമുള്ള എന്ത് ചെയ്യുക നമ്മളിതിൽ ഉൾപ്പെടുത്തുക.
അതിനുള്ള കാരണം ക്യാഷ് ഫ്ലോ ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാഷ് സെയിൽസ്, രണ്ടാമതായിട്ട് എന്നുള്ള റെസീപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ്, അതായത് നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ പൈസ വാങ്ങുന്നത്, കാരണം പൈസ ഇങ്ങോട്ട് വരികയല്ലേ. ക്യാഷ് സെയിൽ ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റ് കൊടുക്കുന്നു, പൈസ ഇങ്ങോട്ട് കിട്ടുന്നു. രണ്ടാമത് എന്ത് ചെയ്യാണ്, നമുക്ക് പൈസ തരാനുള്ള പൈസ തരികയാണ്. പിന്നെ റോയൽറ്റീസ്, ഫീസ്, കമ്മീഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ അത്. അതുപോലെ തന്നെ ഇൻകം ടാക്സ് നമ്മൾ അടക്കുന്നുണ്ട്. ആ ഇൻകം ടാക്സ് അടക്കുമ്പോൾ റീഫണ്ട് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അത് എന്തിലാണ് വരിക, ക്യാഷ് ഇൻഫ്ലോയിലാണ് വരിക. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ക്യാഷ് സെയിൽ, ഡെപ്റ്റേഴ്സിൽ നിന്ന് പൈസ വാങ്ങുന്നത്, വല്ല റോയൽറ്റിയോ ഫീസോ കമ്മീഷനോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ റിസീവ് ചെയ്യണതാണ് അത്. പിന്നെ റീഫണ്ട് ഓഫ് ഇൻകം ടാക്സിൽ എന്തെങ്കിലും റീഫണ്ട് കിട്ടുകയെന്നുണ്ടെങ്കിലും അതെല്ലാം എന്തിലാണ് വരിക, നമുക്ക് ക്യാഷ് ഇൻഫ്ലോയിലാണ് വരിക. ക്യാഷ് ഔട്ട്ഫ്ലോയിൽ വരുന്ന സാധനങ്ങളാണ് ക്യാഷ് പർച്ചേസ്, അതായത് നമ്മൾ റോ മെറ്റീരിയൽസ് എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ ക്യാഷ് പർച്ചേസ് ആണല്ലോ നടക്കുക. പിന്നെ നമ്മൾ ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കുന്നതിനാണ് എന്ത് പറയുക, പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ് എന്ന് പറയാം. പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കുന്നതാണ്. അടുത്തൊരു പോയിന്റ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്, അതായത് റെൻറ്റ്, വേജസ്, സാലറീസ്, ഈ കാര്യങ്ങളാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയാം. പിന്നെ നമ്മൾ ടാക്സ്, ഡ്യൂട്ടീസ് അങ്ങനെ കൊടുക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ടാകും. ടാക്സ് കൊടുക്കുന്നുണ്ടാകും, അതൊക്കെ എന്താണ് ക്യാഷ് ഔട്ട്ഫ്ലോയിലാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരിക, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്ന കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് മനസ്സിലാക്കുക, നമ്മുടെ ലോങ് ടേം ആയിട്ടുള്ള അസറ്റുകളും അതുപോലെ തന്നെ ലാബിലിറ്റി കാര്യങ്ങളൊക്കെയാണ് എന്ത് വരിക, നമുക്ക് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരിക. നോൺ കറണ്ട് ആയിട്ടുള്ള ഐറ്റംസ് ആണ് വരിക. സോ അതന്നെ സെയിൽസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആണ് എന്ത്, ഒന്നാമത്തെ. നമ്മുടെ വലിയ ഫിക്സഡ് അസറ്റ് നമ്മുടെ കയ്യിലുണ്ട്, അത് എന്ത് ചെയ്യണം, നമ്മൾ വിൽക്കുകയാണ്, അപ്പം നമുക്ക് ക്യാഷ് കിട്ടും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സെക്യൂരിറ്റീസ് ഉണ്ട്, അത് എന്ത് ചെയ്യണം, സെയിൽ ചെയ്യാണ്. അല്ലെങ്കിൽ എന്താ അടുത്തൊരു പോയിന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിസീവഡ്. നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കമ്പനി എന്ത് ചെയ്തു, വേറെ എവിടെയെങ്കിലും വല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ റിസീവ് ചെയ്യുന്ന ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും ഇതിലാണ് വരിക, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലാണ് വരിക എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ ലോൺ കളക്ഷന്, വല്ല ലോൺ നമ്മൾ കളക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അത് അതിൽ വരും. അതേസമയം ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങുക എന്നുള്ളത് എന്തിലാണ് വരിക, ഔട്ട്ഫ്ലോയിലാണ് വരിക. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് വരിക, അതും ഔട്ട്ഫ്ലോയിലാണ് വരിക. പിന്നെ എന്തെങ്കിലും നമ്മൾ ലോൺ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തിലാണ് വരിക, ഔട്ട്ഫ്ലോയിലാണ് വരിക. ഇനി അതിൽ വരുന്നത് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ശ്രദ്ധിക്കുക, അതിൽ വരുന്ന സാധനങ്ങളാണ് നമ്മുടെ ഇക്വിറ്റി ഷെയർ, ഡിബെഞ്ചർ, അതുപോലെ തന്നെ ഷോർട്ട് ടേം ലോങ് ടേം ലോണുകളൊക്കെ എന്തിലാണ് വരിക, ഫിനാൻസിങ് ആക്ടിവിറ്റീസിലാണ് വരിക. അതിൽ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ശ്രദ്ധിക്കാം, ഔട്ട്ഫ്ലോ, ഇൻവെസ്റ്റിംഗ് ഔട്ട്ഫ്ലോ. ലാസ്റ്റ് പറഞ്ഞ ലോൺ ഗിവൺ എന്ന് പറയുന്നത് നമ്മൾ വല്ല ലോണും എന്ത് ചെയ്യാണ്, പുറത്തുള്ളവർ കൊടുക്കുക എന്നുള്ളതിലാണ് അത് വരുന്നത് കേട്ടോ. ആ ലോൺ വേറെയാണ്. ഷോർട്ട് ടേം ആയിട്ടുള്ള ലോണാണ് എന്ത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരിക. ലോങ് ടേം ആയിട്ടുള്ള മറ്റ് ലോണുകളൊക്കെ, പ്രധാനപ്പെട്ട ലോണുകളൊക്കെ വരിക ഫിനാൻസിങ് ആക്ടിവിറ്റീസിലാണ്. അത് വേറെ ടൈപ്പ് ലോണാണ് എന്ത് ചെയ്യുക, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരിക. ശരിക്കുള്ള അതിന് ക്വസ്റ്റ്യനിൽ നിങ്ങൾ കാണാണ് ലോൺ എന്ന് കാണുന്നുണ്ടെങ്കിൽ അത് വരുന്നത് ഫിനാൻസിങ് ആക്ടിവിറ്റീസിലായിരിക്കും കേട്ടോ. പിന്നെ ഫിനാൻസിങ് ഔട്ട്ഫ്ലോസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് റിഡംഷൻ ഓഫ് ഷെയർസ് ആണ്. അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതാണ്. ആ ഷെയർസ് എന്ത് ചെയ്യാണ്, ഷെയർ നമ്മൾ വിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും നമ്മുടെ കമ്പനിയിലേക്ക് ഇങ്ങോട്ട് പൈസ വരും. സ്വാഭാവികം നമ്മൾ ഷെയർ കൊടുക്കുമ്പോൾ റിഡംഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളെ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും അല്ലേ. അതാണ് റിഡംഷൻ ഓഫ് ഷെയർസും ഡിബെഞ്ചേഴ്സും. പിന്നെ ലോണ് തിരിച്ചു കൊടുക്കുന്നതാണ് ഔട്ട്ഫ്ലോ അടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണെന്നുള്ളത് അടുത്തൊരു പോയിന്റ് പറയുന്നത് കേട്ടോ. നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. ഇത് സിമ്പിളായിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ പ്രോബ്ലമാണ്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഇത് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇതിൻ്റെ മെത്തേഡ് സിമ്പിളായിട്ട് മനസ്സിലാക്കുക. സൺട്രി ഡെബിറ്റേഴ്സിൽ നിന്ന് എന്ത് ചെയ്യാം, സൺട്രി ഡെബിറ്റേഴ്സ് പറയുന്നത് എന്താണ്, നമുക്ക് വരുന്ന ക്യാഷ് ഇൻഫ്ലോ ആണ്. ആ ഇൻഫ്ലോയിൽ നിന്ന് ഔട്ട്ഫ്ലോ ഫുള്ള് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കണ്ടപ്പെട്ടതാണ്. സോ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ പ്രോബ്ലത്തിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ക്യാഷ് ഇൻഫ്ലോ ആണ്. ആ ഇൻഫ്ലോയിൽ നിന്ന് എന്ത് ചെയ്യാം, ബാക്കി ഔട്ട്ഫ്ലോ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കിട്ടും. മനസ്സിലായില്ലേ. ഇവിടെ തന്നെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഒരു ഫോർമാറ്റ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ഇൻഫ്ലോ ആണ്. അതിൽ നിന്ന് ചെയ്തു നമ്മൾ ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുത്തതും എംപ്ലോയീസിന് കൊടുത്തതും മറ്റ് വരുന്ന എക്സ്പെൻസുകളും ഇൻട്രസ്റ്റ് കൊടുത്തതും ഇൻകം ടാക്സ് പേ ചെയ്തതൊക്കെ എന്ത് ചെയ്യും, ഒക്കെ നമുക്ക് വരുന്ന എക്സ്പെൻസുകളാണ്. അതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കിട്ടിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് വരൽ ചാൻസ് കുറവാണ്, എന്നാലും ഞാൻ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതിലുള്ളതുകൊണ്ട് കാണിച്ചു തന്നത് മാത്രമാണ്. പിന്നെ വേറെ ഏരിയ വരുന്നുണ്ട്,
അതിലാണ് എന്ത് ചെയ്യുക, അതിൽ ഒരു എല്ലാം ഉൾപ്പെടുത്തിയൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നോക്കുക, ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് 000 എന്ന് മേലെ കണ്ടില്ലേ, അത് ഒമിഷൻ എന്നാണ് പറയുക. അതായത് നമ്മൾ വലിയ എമൗണ്ടുകളൊക്കെ എഴുതാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ആ 00 ഒമിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും. ഇപ്പം 50 കണ്ടോ, ഇവിടെ 50,000 ആണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. 300 കണ്ടോ, അത് 3 ലക്ഷമാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇനി നമുക്കിതിൽ പറയാനുള്ള അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് ഇതെങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. ഇതിൽ ഫസ്റ്റ് ബാലൻസ് തന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലുള്ളത് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ആണ്, റെസിപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ് ആണ്, സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ആണ്. ഇതിൽ ഒരുപാട് സാധനങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, ഫ്രം ദ ഫോളോയിങ് സമ്മറി ക്യാഷ് അക്കൗണ്ടിൽ കാൽക്കുലേറ്റ് ദ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ശ്രദ്ധിക്കണം, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ എന്തൊക്കെ വരുള്ളൂ, വളരെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്താണെന്ന് മനസ്സിലിങ്ങനെ ചിന്തിക്കുക. നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് വരുന്നതും അങ്ങോട്ട് പോകുന്നതുമായിട്ടുള്ള നമ്മുടെ കമ്പനിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്തുണ്ടാവുക, ഇതിൽ ഉണ്ടാവുക. സോ അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കുക. അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ സെയിൽസും പർച്ചേസും. അപ്പോൾ സെയിൽസും പർച്ചേസിൻ്റെയും ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത്, സൺഡ്രി ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും മനസ്സിലാക്കുക. അതുപോലെ തന്നെ അതിൽ നമുക്ക് നമ്മൾ ഷോപ്പ് നടത്തി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വേറെ ഉണ്ടാവുക, ഏതൊക്കെ ഉണ്ടാവുക, അവിടെയുള്ള സ്റ്റാഫിന് സാലറി കൊടുക്കേണ്ടി വരും, ഇവിടെ റെൻറ്റ് കൊടുക്കേണ്ടി വരും, ടാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോർമലി എന്തുണ്ടാവുക, നമ്മുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിക്കകത്ത് ഉണ്ടാവുക. ആ കാര്യങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ ഈ ക്വസ്റ്റ്യനിൽ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം നമുക്കില്ല, കാരണം ഇക്വിറ്റി ഷെയറിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. അടുത്തായിട്ടുള്ള റിസീപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ് എന്നുള്ളതാണ് പറയുന്നത്. കസ്റ്റമേഴ്സിൽ നിന്ന് റിസീവ് ചെയ്യുന്ന സാധനം എന്താണ്, അത് നമുക്ക് സൺഡ്രി ഡെപ്റ്റേഴ്സ് ആണ്. കസ്റ്റമേഴ്സിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുക എന്നുള്ളത് സൺഡ്രി ഡെപ്റ്റേഴ്സ് ആണ്, നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് അതിൻ്റെ ആവശ്യമുണ്ടോ, ഇല്ല. അതെന്താണ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. അടുത്ത എന്താണ്, പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ്, അത് വേണ്ടേ. പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു സൺഡ്രി ക്രെഡിറ്റേഴ്സ് ആണ്, അത് നമുക്ക് ആവശ്യമുണ്ട്. പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് അതിൻ്റെ ആവശ്യമുണ്ടോ, ഇല്ല. പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നോൺ കറണ്ട് ആയിട്ടുള്ള ഐറ്റാണ്. അപ്പോൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലാണ് വരിക. ഓവർ ഹെഡ് എക്സ്പെൻസ് അതിൽ വരുമോ, അത് ഓവർ ഹെഡ് എക്സ്പെൻസ് നമുക്ക് ഇതിൽ വരുന്നുണ്ടാവും. കാരണം നമ്മളെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിന് ആ കമ്പനിക്കകത്ത് വരുന്ന ചെറിയ ചെറിയ എക്സ്പെൻസിനാണ് എന്ത് പറയുക, നമ്മൾ ഓവർ ഹെഡ് ആയിട്ടുള്ള ഓപ്പറേഷണൽ എക്സ്പെൻസസ് എന്ന് പറയാം. മനസ്സിലാക്കുക, ഓവർ ഹെഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. പിന്നെ വേജസ് ആൻഡ് സാലറീസ് ഇതിൽ വരും, ടാക്സ് കൊടുക്കുന്നതിൽ വരും, ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഡിവിഡൻഡ് കൊടുക്കുന്നത് നമുക്ക് 2 ടൈപ്പിൽ വരും. ഒന്ന് ഫിനാൻസിങ് ആക്ടിവിറ്റീസിലും വരും, പിന്നെ ഒന്ന് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലും. നിങ്ങൾ മനസ്സിലാക്കുക, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലല്ല ഫിനാൻസിങ് ആക്ടിവിറ്റീസിലാണ് പ്രധാനമായിട്ടും ഡിവിഡൻഡ് പെയ്ഡ് എന്നുള്ള ഭാഗം വരിക. പിന്നെ റീപേയ്മെൻറ്റ് ബാങ്ക് ലോൺ അത് ഇതിൽ വരും, അതും ഇതിൽ വരില്ല കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് കാൽക്കുലേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ സൺഡ്രി ഡെപ്റ്റേഴ്സിന് എഴുതുക. അതായത് എന്ത് ചെയ്തു, റിസീപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന 2,02,800 എന്നുള്ളത് എഴുതുക. അതിനുശേഷം നമുക്ക് ചിലവായിട്ട് വന്നിട്ടുള്ള സാധനങ്ങൾ, നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടി, ബാക്കി ചിലവുകളൊക്കെ എഴുതാം. ഒന്നാമത്തെ ചിലവ് എന്ന് പറയുന്നത് സപ്ലയേഴ്സിന് പൈസ കൊടുത്തതാണ്. അതിനുശേഷം വരുന്ന സാധനം എംപ്ലോയീസിന് സാലറി കൊടുത്തതാണ്. പേയ്മെൻറ്റ് ഓഫ് സാലറീസ് കണ്ടോ, വേജസ് ആൻഡ് സാലറീസ് എന്ത് ചെയ്തു, പേയ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്യാഷ് പെയ്ഡ് ഫോർ അതർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്ന സാധനമാണുള്ളത്. അതായത് നമ്മൾ ഓവർ ഹെഡ് എന്ന് പറഞ്ഞതാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ടാക്സ് ആക്ഷൻ എന്ത് ചെയ്തു, നമുക്ക് കൊടുത്തു. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരിക. അപ്പോൾ നമുക്ക് എന്ത്, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഇതിൻ്റെ ആൻസർ കിട്ടി. പിന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേ നിങ്ങൾക്ക് ഡയറക്റ്റ് മെത്തേഡിലും ഇൻഡയറക്റ്റ് മെത്തേഡിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്യാഷ് ഫ്ലോ ചെയ്യാൻ വേണ്ടി പറ്റും. പൊതുവേ ക്വസ്റ്റ്യൻസ് കണ്ടു പരിചയമുള്ളത് ഇൻഡയറക്റ്റ് മെത്തേഡിലാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇൻഡയറക്റ്റ് മെത്തേഡാണ് ഞങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്ത്, കാരണം എക്സാമായി ഇനി കൂടുതൽ വലിച്ചു നീട്ടണ്ട എന്ന് വിചാരിച്ചുകൊണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് പ്രകാരം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളിതിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ് വരയ്ക്കുക. ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഇമേജും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതിലെന്ത് ചെയ്യും, അതിൻ്റെ ഫോർമാറ്റ് മനസ്സിലാക്കിയില്ലേ. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ആദ്യം നമ്മൾ എഴുതേണ്ടത് പർട്ടിക്കുലറും അതുപോലെ തന്നെ 2 എമൗണ്ട് കോളം വരച്ചിട്ടു. അതിനുശേഷം ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന എന്ത് ചെയ്യുക, ഒരു ഹെഡ് നമ്മൾ കൊടുത്തില്ലേ, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു ഹെഡ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന എന്താണ്, ആദ്യം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ എമൗണ്ട് കണ്ടെത്തും.
അതിനുശേഷം എന്ത് ചെയ്യും? ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടെത്തും. അതിനുശേഷം ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഇങ്ങനെ 3 കാര്യങ്ങളും കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ നമ്മുടെ എയിം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടെത്തുക, അത് ഇൻഫ്ലോ ആണ് ഔട്ട്ഫ്ലോ എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത ഓപ്പറേറ്റിംഗ് അതിനുശേഷം ഇൻവെസ്റ്റിംഗ് എടുക്കുക, അതിൽ ഇൻഫ്ലോ ആണ് ഔട്ട്ഫ്ലോ എന്നുള്ളത് എന്ത് ചെയ്യുക? ആ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുക. പിന്നെ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ ഇൻഫ്ലോ ആണ് ഔട്ട്ഫ്ലോ എന്നുള്ളത് എന്ത് ചെയ്യുക? അതിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കണ്ടെത്താൻ പറ്റും. ആദ്യം നമ്മൾ എഴുതേണ്ടത് ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റിന് വാല്യൂ വരുന്ന ബിഫോർ ടാക്സാഷൻ, അത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സാഷൻ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എന്നാണ് പറയുന്നത്. അത് ടാക്സിന് മുമ്പുള്ള നെറ്റ് പ്രോഫിറ്റ് എത്രയെന്നുള്ളതാണ്. ചില ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? എമൗണ്ട് തന്നിട്ടുണ്ടാവും. അല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കൃത്യമായിട്ട് അതിന് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കമ്പനിയുടെ റിസർവ് ആൻഡ് സർപ്ലസ് അല്ലെങ്കിൽ അതുമായി സിമിലറായി വരുന്ന കാര്യങ്ങളൊക്കെ എന്തിലാണ് വരിക? നമുക്ക് ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രോഫിറ്റ് അനാലിസിസ് കൊണ്ട് വാല്യൂ തന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രോഫിറ്റ് വേറെ തന്നിട്ടില്ലെങ്കിൽ എടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതൊക്കെ തന്നിട്ടുണ്ട്, റിസർവ് ആൻഡ് സർപ്ലസ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെല്ലാം ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ആദ്യത്തെ എമൗണ്ട് ആയിട്ട് എഴുതേണ്ടി വരും. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റുകളാണുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ മെഷീനറിയിലെ ഡിപ്രീസിയേഷൻ ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഡിപ്രീസിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ എമൗണ്ടുകളാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ കമ്പനിയിലേക്ക് നമ്മുടെ ഇൻഫ്ലോ എന്ന് പറയുന്ന സാധനം, ഇപ്പോൾ ഇൻകമൊക്കെ വരുന്നുണ്ടാവില്ലേ? ഇൻകങ്ങൾ ഉണ്ടാവും. ഇൻകങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ വരുമാനങ്ങളെ ലെസ് ചെയ്യുകയും, ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇൻകം പോലുള്ള കാര്യങ്ങളെ ലെസ് ചെയ്യുകയും എക്സ്പെൻസുകളെ എന്ത് ചെയ്യുക? ആഡുമാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൽ ബ്രാക്കറ്റ് ഇട്ടിട്ടില്ലേ? ബ്രാക്കറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ലെസ് ചെയ്യാൻ വേണ്ടിയാണ്, കുറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ബ്രാക്കറ്റ് ഇല്ലാതെ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? കൂട്ടാനാണ് ഉദ്ദേശിക്കുന്നത്, അത് ആഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നോക്കുക, അഡ്ജസ്റ്റ്മെന്റ് ഫോർ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം? ഒരു എക്സ്പെൻസ് ആണ്, അപ്പോൾ എന്തിനെ ആഡ് ചെയ്തിട്ടുണ്ട്? ഫോറിൻ എക്സ്ചേഞ്ച് ലോസ് ആണ്, അപ്പോൾ എന്ത് ചെയ്തു? അതിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത സാധനം ഇൻട്രസ്റ്റ് ഇൻകം ആണ്. ഇൻകത്തെ എന്ത് ചെയ്തു? ലെസ് ചെയ്തു. ഡിവിഡൻഡ് ഇൻകത്തെ ലെസ് ചെയ്തു. പിന്നെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണ്, എക്സ്പെൻസിന് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. നമ്മൾ എന്താ പറഞ്ഞത്? എക്സ്പെൻസുകളെ അല്ലെങ്കിൽ ലോസുകളെ ആഡ് ചെയ്യുകയും ഇൻകങ്ങളെ എന്ത് ചെയ്യണം? ഇൻകങ്ങളെ നമ്മൾ ലെസ് ചെയ്യുകയുമാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന സാധനത്തിൻ്റെ പേരാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച്. വർക്കിംഗ് ക്യാപിറ്റൽ എന്തൊക്കെയാണ്? കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും ആണ്. അത് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പുള്ള എന്ത് കിട്ടി നമുക്ക്? ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടി. അതാണ് എന്ത് ചെയ്യേണ്ടത്? അതിനെ നേരെ എഴുതേണ്ടത്. അതിനുശേഷം ഇൻക്രീസ് ഇൻ സൺട്രി ഡെപ്റ്റേഴ്സിൽ നമുക്ക് ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് എഴുതണം. സൺട്രി ഡെപ്റ്റേഴ്സിൽ ഡിഗ്രീസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ആഡും ചെയ്യണം. ഒന്ന് സിമ്പിളായിട്ട് ചിന്തിക്കുക, ഒരു ടെക്നിക്ക് ചിന്തിക്കുക. കമ്പനിക്കകത്തെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും അറിയില്ല നിങ്ങൾക്ക്? കറണ്ട് അസറ്റ് എന്ത് ചെയ്യണം? കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ലെസ് ചെയ്യുക. കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ആഡും ചെയ്യാം. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ലെസ്സും, കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ആഡുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻവെൻട്രിയും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതിന് താഴെ നമ്മൾ എന്ത് ചെയ്യുക? കറണ്ട് ലാബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആഡും, കറണ്ട് ലാബിലിറ്റീസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ. നേരത്തെ പറഞ്ഞത് എന്താണ്? ഇൻക്രീസ് ചെയ്യാന്നുണ്ടെങ്കിൽ ലെസ് ചെയ്യണമെന്ന് പറഞ്ഞു, ഡിക്രീസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഡിക്രീസ് ചെയ്യാന്നുണ്ടെങ്കിൽ ലെസ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ പേ ചെയ്യണതൊക്കെ എന്ത് ചെയ്യുക? പിന്നെ ഇൻകം ടാക്സ് പെയ്ഡ് മാത്രമുള്ള എന്തിൽ വരുന്നത്? പേ ചെയ്തതിൽ മാത്രമുള്ള എന്ത് ചെയ്യുക? നമുക്ക് ലെസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ ടെക്നിക്ക് ഉദ്ദേശിച്ചാൽ മതി. എക്സ്പെൻസുകളെ ആഡ് ചെയ്യുക, ഇൻകത്തെ ലെസ് ചെയ്യുക. സോ ഇനി നമുക്ക് വേണ്ടതിന് ശേഷം അപ്പോൾ എന്ത് ചെയ്യും? നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കിട്ടും. അതിനുശേഷം ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. അതിൻ്റെ കേസിൽ നമ്മൾ പർച്ചേസ്
അതായത് നമ്മളെ കമ്പനിയിൽ നിന്ന് പൈസ പോകുന്ന കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് പോകും, ഔട്ട്ഫ്ലോ ആണല്ലോ, അതിനെ നമ്മൾ എന്ത് ചെയ്യും, ലെസ് ചെയ്യും. ഇങ്ങോട്ട് ക്യാഷ് വന്നതിന് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ ക്യാഷ് പുറത്ത് ഔട്ട്ഫ്ലോയെ ലെസ് ചെയ്യും, ഇൻഫ്ലോയെ ആഡ് ചെയ്യും. ഇവിടെ ജസ്റ്റ് എക്സാമ്പിൾ നോക്കുക. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങുകയാണ്. ആ റോ മെറ്റീരിയൽസ് വാങ്ങുമ്പോൾ എന്ത് ചെയ്യണം, പർച്ചേസ് ആണ്. പർച്ചേസ് ചെയ്യുമ്പോൾ പൈസ എന്ത് ചെയ്യും, നമ്മൾ കമ്പനിനകത്ത് നിന്ന് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. എന്നാൽ സെയിൽ ചെയ്യുന്ന സെയിൽ ഓഫ് ഇതേ സമയം സെയിൽ പ്രൊസീഡിങ് ഓഫ് മെഷീനറി, നമ്മൾ എന്തെങ്കിലും സാധനം സെയിൽ എന്തെങ്കിലും ചെയ്തിക്കാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫ്ലോ ആയതുകൊണ്ട് അതിനെ ആഡും ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെയാണ് അതിൻ്റെ മറ്റു കാര്യങ്ങളും വരുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ ക്യാഷ് ഇൻഫ്ലോയെ ആഡ് ചെയ്യണം, ക്യാഷ് ഔട്ട്ഫ്ലോയെ എന്ത് ചെയ്യണം, ലെസ്സും ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇനി അടുത്തായിട്ട് പറയുന്നത് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നത് എന്താണ്, ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ അതിനെ ആഡ് ആണ് ചെയ്യേണ്ടത്. അതേസമയം റീപേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെന്താണ് ചെയ്യേണ്ടത്, ലെസ് ആണ് ചെയ്യേണ്ടത്. ഒന്നുകൂടെ മനസ്സിലാക്കുക. ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ചെയ്യുന്ന സമയത്ത് റീപേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് എന്ത് ചെയ്യണം, ലെസ്സുമാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. എല്ലാത്തിലും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ഒരു പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് മക്കളെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കുക. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഫ്രം ദ ഫോളോയിങ് ബാലൻസ് ഷീറ്റ് ഓഫ് ബൈറൂൺ ലിമിറ്റഡ് പ്രിപ്പയർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതിൽ ഓരോ ഐറ്റത്തെയും എന്തിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടില്ല, കൃത്യമായിട്ട് ഒരു എമൗണ്ട് അല്ല തന്നിട്ടുള്ളത്, 2 വർഷത്തെ അതിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ എമൗണ്ടാണ് തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് 2025-26 വർഷത്തിൽ നിന്ന് 2024-25 വർഷത്തേക്ക് എമൗണ്ട് കുറക്കുക. ഫോർ എക്സാമ്പിൾ 1,80,000 നിന്ന് 1,50,000 കുറക്കുമ്പോഴുള്ള എമൗണ്ട് ആയിരിക്കും എന്തുണ്ടാവുക, നമ്മൾ എഴുതേണ്ടതായിട്ട് വരിക. സോ അതാണല്ലോ നമുക്ക് വരുന്ന ഒരു ബിറ്റ്വീൻ എന്ന് പറയുന്ന എമൗണ്ട്. ശരിക്കും ഡയറക്റ്റ് തരാറാണ്. ചില ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യില്ല, 2 ഇയർ തന്നിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ ഇടയ്ക്കുള്ള എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ക്യാഷ് ഫ്ലോ ആയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ എഴുതുക എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത് നോക്കാം. ഇതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ അസറ്റ് ഉണ്ട്, നോട്ട് നമ്പറൊക്കെ തന്നിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുക, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ആദ്യം നമുക്ക് നോൺ കറൻറ്റ് അസറ്റുകളാണ് തന്നിട്ടുള്ളത്. ഫിക്സഡ് അസറ്റ് തന്നിട്ടുണ്ട്. ആ ഫിക്സഡ് അസറ്റ് എന്നുള്ളത് എത്ര ടോട്ടൽ 1,50,000 തന്നിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോട്ട് നമ്പർ തന്നത് കൊണ്ട് തന്നെ അത് നോട്ടിലേക്ക് നോക്കുക. താഴെ നോക്കുക. ആ ഫിക്സഡ് അസറ്റ് ഏതൊക്കെയാണ്, ബിൽഡിംഗ് ഉണ്ട്, മെഷീനറി ഉണ്ട് എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ബിൽഡിങ്ങിൻ്റെയും മെഷീനറിൻ്റെയും എമൗണ്ട് ഡയറക്റ്റ് എഴുതാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഡിപ്രീസിയേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. കാരണം ഡിപ്രീസിയേഷൻ ചാർജ് താഴെ പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ ബാങ്ക് ലാസ്റ്റ് പർച്ചേസ് ആണോ സെയിൽ ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ വരുന്ന കേസ് എന്താണ്, ബിൽഡിങ് മെഷീനറി പോലുള്ള കാര്യങ്ങളിൽ നമുക്ക് ഡിപ്രീസിയേഷൻ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിലും അതുപോലെ തന്നെ മെഷീനറിയിലും എമൗണ്ട് കൂടുതലാണോ കുറവാണോ എന്നുള്ളത് മനസ്സിലാക്കണം. ഇൻ കേസ് നമ്മൾ ബിൽഡിങ് ഫസ്റ്റ് വർഷത്തിൽ ഫോർ എക്സാമ്പിൾ ഫസ്റ്റത്തെ ബിൽഡിങ്ങിനെ നോക്കാം അല്ലേ. ബിൽഡിങ്ങിൻ്റെ കേസിൽ തുടക്കം ആ വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് 2024-25 വർഷത്തിൽ 80,000 രൂപയുടെ ബിൽഡിംഗ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലേ. പിന്നെ എന്താ ഉണ്ടായത്, ശരിക്കും ഡിപ്രീസിയേഷൻ ആയിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളത് 4,000 രൂപയുടെ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്തു, 2026 ആയപ്പോഴത്തേക്ക് 4,000 രൂപയുടെ ഡിപ്രീസിയേഷൻ, അതായത് തേയ്മാനം എന്ത് ചെയ്തു നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് വരേണ്ടത്, 76,000 രൂപയാണ് വരേണ്ടത് അല്ലേ. 80,000 രൂപയുടെ സ്ഥാനമായിരുന്നു ഒന്നാമത്തെ വർഷം. രണ്ടാമത്തെ വർഷമായപ്പോൾ 4,000 രൂപയുടെ ഡിപ്രീസിയേഷൻ ഉണ്ടാകുമ്പോൾ 76,000 രൂപയാണ് വരേണ്ടത്. എന്നാൽ നമുക്ക് വന്നിട്ടുള്ളത് എത്രയാണ്, 1,10,000 രൂപയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബാലൻസ് ബ്രോഡ് ഓൺ ആയിട്ട് നമ്മൾ എത്ര എഴുതും, 80,000 എഴുതും. അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ബാലൻസ് ക്യാരിഡ് ഓൺ ആയിട്ട് എത്ര എഴുതും, 1,10,000 എഴുതും. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാവും ടോട്ടൽ ബാലൻസ് ചെയ്യുമ്പോൾ 1,14,000 ആണ് വരിക. അതിനർത്ഥം എന്താണ്, നമ്മുടെ ഒരു പുതിയൊരു മെഷീനറി കമ്പനി വാങ്ങിയിട്ട് അല്ലെങ്കിൽ പുതിയൊരു ബിൽഡിങ് കമ്പനി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്,
ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇതിൽ ബാങ്ക് അക്കൗണ്ട് എന്നിട്ട് പറയുന്നത് എത്രയാണ് 34,000 രൂപയുടെ ഒരു പുതിയൊരു പർച്ചേസ് ബിൽഡിങ്ങിൻ്റെ കേസിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. ശരിക്കും എങ്ങനെയായിരുന്നു 80,000 രൂപയുടെ സാധനം അടുത്ത വർഷമാകുമ്പോൾ 4,000 രൂപ ഡിപ്രീസിയേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 76,000 ആയിരുന്നു ഉണ്ടാവേണ്ടത്. എന്നാൽ ഇവിടെ ഉള്ളത് എത്രയാണ് 1,10,000 രൂപയാണ്. അതിനർത്ഥം നമ്മൾ പുതിയൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ പുതിയൊരു മെഷീനറി നമ്മൾ കമ്പനിക്കകത്ത് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്തു അത് മനസ്സിലായി. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതെവിടെ നമുക്ക് ആവശ്യം വരിക ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ ആ പർച്ചേസ് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും ആ എമൗണ്ട് നമ്മൾ എഴുതേണ്ടതായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ബിൽഡിങ്ങിൻ്റെ കേസിലുണ്ട് മെഷീനറിയുടെ കേസിലുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് കറണ്ട് അസറ്റുകളാണ്. ചേഞ്ചസ് ഇൻ കറണ്ട് അസറ്റ് എന്ത് തന്നിട്ടുണ്ട്, ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്, സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് തന്നിട്ടുണ്ട്. സോ നമ്മൾ പറഞ്ഞിരുന്നു എവിടെയാണ് ഇത് വരിക, എവിടെയാണ് വരിക ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ് എന്ത് വരിക നമ്മുടെ കറണ്ട് അസറ്റുകൾ വരിക. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ് കറണ്ട് അസറ്റുകൾ വരിക. അതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെയാണ് നമ്മളെ സ്റ്റോക്കും അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സുമാണ്. ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞത് നമ്മുടെ കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലെസ് ചെയ്യുകയും കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം ആഡും ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത്. അതേപോലെ തന്നെ എന്ത് ചെയ്യുക നമ്മൾ ഈ കാര്യങ്ങളെ ചെയ്യുക കേട്ടോ. പിന്നെ അതിൽ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റലാണ്, ഇക്വിറ്റിയിൽ പറയുന്നുണ്ട്. അതുപോലത്തെ റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ചില ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് തരും. ഇൻ കേസ് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടില്ലാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് റിസർവ് ആൻഡ് സർപ്ലസ് ഉണ്ടാവും. അതിൻ്റെ എമൗണ്ട് ആണ് എന്ത് ചെയ്യുക നമ്മൾ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ വരുന്ന ഒരു കാര്യങ്ങളാണ് നോൺ കറണ്ട് ലാബിലിറ്റീസ് പറയുന്നുണ്ട്, ലോൺ ഫ്രം ബാങ്ക്, കറണ്ട് ലാബിലിറ്റീസ് പറയുന്നുണ്ട്, ക്രെഡിറ്റേഴ്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരെ ആൻസറിലേക്ക് ഒന്ന് പോവാം. ഇതിൽ നമുക്ക് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആദ്യം നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്ത് ബിഫോർ ടാക്സ് ലഭിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് റിസർവ് ആൻഡ് സർപ്ലസ് ഉണ്ട് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ 48,000 നിന്ന് 33,000 കുറക്കുന്ന സമയത്ത് 15,000 രൂപയാണ് എന്ത് ക്യാഷ് ഫ്ലോ എന്നുള്ളത് മനസ്സിലായി. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസുകൾ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം. എന്തെങ്കിലും ഇൻകങ്ങൾ ഉണ്ടെങ്കിൽ ലെസ്സും ചെയ്യണം. നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. മെഷീനറിയിലും ബിൽഡിങ്ങിലും വന്നിട്ടുള്ള ഡിപ്രീസിയേഷൻ 6,000 4,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യും കുറക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച്. വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സോ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ്, അതായത് എന്താണ് കറണ്ട് ലാബിലിറ്റിയിൽ ഇൻക്രീസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കറണ്ട് ലാബിലിറ്റീസിൽ ഇൻക്രീസ് ഉള്ളത് കൊണ്ട് നമ്മളതിനെ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ് ഡിക്രീസ് ആണ്, അത് എന്ത് ചെയ്യണം ആഡ് ചെയ്യണം. ഒന്നുകൂടി സിമ്പിളായിട്ട് മനസ്സിലാക്കുക. കറണ്ട് അസറ്റിൽ ഇൻക്രീസ് ആണെങ്കിൽ ലെസ്സും ഡിക്രീസ് ആണെങ്കിൽ ആഡും. കറണ്ട് ലാബിലിറ്റീസിൽ അതിന് നേരെ ഓപ്പോസിറ്റുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു. എത്ര ക്രെഡിറ്റേഴ്സ് തന്നത് 60,000 65,000 ആയിരുന്നു. അപ്പോൾ 5,000 രൂപയുടെ ക്രെഡിറ്റേഴ്സ് ഇൻക്രീസ് ആണ്. അപ്പോൾ എന്ത് ചെയ്തു ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ് എന്നിട്ട് 5,000 രൂപ എഴുതി. ഡിക്രീസ് ഇൻ ഡെപ്റ്റേഴ്സ് എന്ത് ചെയ്തു അതുപോലെ തന്നെ ഡിക്രീസ് ആണ്, 35,000 നിന്ന് 30,000 കുറയാണ് ചെയ്തത്. അപ്പോൾ 5,000 ആണ് ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടായിട്ടുള്ള സ്റ്റോക്ക് എന്താണ് ചെയ്തത് ഇൻക്രീസ് ആണ് ചെയ്തത്. അപ്പോൾ കറണ്ട് അസറ്റിൽ ഇൻക്രീസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ലെസ് ചെയ്തിട്ട് എന്ത് ചെയ്തു 55,000 നിന്ന് 40,000 കുറച്ചിട്ട് എഴുതി. അത് കുറച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കിട്ടി. അതായത് ഫസ്റ്റ് സെഷൻ നമ്മളത് കഴിഞ്ഞു കേട്ടോ. ഡിപ്രീസിയേഷനും അതുപോലെ മറ്റ് എക്സ്പെൻസുകളും എഴുതി. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചിൽ വന്നിട്ടുള്ള നമ്മൾ പറഞ്ഞു കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റി ഇഷ്യൂസ് അതും ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നമുക്ക് കിട്ടി. നമുക്ക് അടുത്തായിട്ടുള്ളത് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ നേരത്തെ എന്ത് ചെയ്തു 2 ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ 2 രീതിയിൽ മിഷനറിയുടെ കേസിലും ബിൽഡിങ്ങിൻ്റെ കേസിലും 2 പർച്ചേസ് നടന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായിരുന്നു. ആ 2 എമൗണ്ട് എന്ത് ചെയ്തു നമ്മൾ ആഡ് ചെയ്തു. വേറൊരു കാര്യം എന്ത് ചെയ്തിട്ടില്ല ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. നമ്മൾ നേരത്തെ കേസിലൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ 80,000 ആയിരുന്നു ബിൽഡിങ്ങിൻ്റെ ബാലൻസ് ഡ്രോഡൗൺ. അതിന് ക്യാരി ഡൗൺ ആവുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചിന്തിക്കുക 70,000 ആണെന്ന് ചിന്തിക്കുക. ആകെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 4,000 ആണ്. അപ്പോൾ 76,000 ആണല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും 6,000 രൂപയുടെ സെയിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പർച്ചേസ് മാത്രമേ വന്നിട്ടുള്ളൂ. പർച്ചേസ് ആയതുകൊണ്ട് എന്ത് ചെയ്തു ക്യാഷ് എന്താണ്
ഔട്ട്ഫ്ലോ ആണ്, പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് പുറത്തേക്കാണ് പോകുന്നത്. സോ അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ ലെസ് ആണ് ചെയ്തത്. ഇൻ കേസ് സെയിൽ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ആഡ് ആണ് ചെയ്യുക. അടുത്ത സാധനം എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. അതിൽ നമുക്ക് വരുന്ന സാധനങ്ങളാണ് ഇഷ്യൂ ഓഫ് ഷെയർസ്, ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്യണം. അതിനെ റീപേയ്മെൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, നമ്മൾ ലെസ് ആണ് ചെയ്യേണ്ടതെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവിടെ റീപേയ്മെന്റ് കേസ് പറഞ്ഞിട്ടില്ല, ഇവിടെ ലോൺ കൊടുക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. സോ അത് എന്ത് ചെയ്യണം, ആ ലോൺ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ എമൗണ്ടിനെ ലെസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. പിന്നെ അപ്പോൾ എന്ത് ചെയ്തു, നെറ്റ് ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്, ആദ്യം നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടെത്തി. അതിൽ വരുന്ന കാര്യങ്ങൾ നോൺ കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടെത്തി. അതിൽ നമുക്ക് എന്താ ഉണ്ടാവുക, നമ്മുടെ നോൺ കറണ്ട് ആയിട്ടുള്ള ഐറ്റംസ്. ഒന്നാമത്തെ കേസിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ കറണ്ട് അസറ്റ് ഉണ്ടാവും, രണ്ടാമത്തെ നോൺ കറണ്ട് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവും. ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ ഇക്വിറ്റി ഷെയർ, ഡിബഞ്ചർ, അതുപോലെ തന്നെ ഷോർട്ട് ടേം ലോങ് ടേം ആയിട്ടുള്ള ലോണുകൾ, ബോറോയിങ്സ് ഒക്കെയാണ് അതിലുണ്ടാവുക. ഇത്രയും കാര്യമാണ് സിമ്പിളായിട്ട് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി എന്ത് ചെയ്യുക, നെറ്റ് ഡിഗ്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ഉള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക, മൂന്നും ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ 20,000 പ്ലസ് 15,000 35,000 കിട്ടി. പിന്നെ 40,000 നമുക്ക് ലെസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 5,000 എന്ത് ചെയ്തു, നെഗറ്റീവായിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതിലൂടെ നമുക്ക് ക്യാഷ് ഈക്വലൻസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇവിടെ നമുക്ക് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്ന് പറഞ്ഞിട്ട് 8,000 രൂപ വന്നിട്ടുണ്ട്. അത് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, 3,000 രൂപ നിങ്ങൾക്ക് കിട്ടി. ഇതുപോലെ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങളുടെ പ്രാക്ടിക്കൽ പ്രോബ്ലം സെഷനിലുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ കൂടുതൽ ക്ലിയർ കിട്ടും. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.